ഞങ്ങളുടെ കർത്താവിന് സൺഡേ ഒറ്റ ദിവസം ചെന്ന് പറഞ്ഞാൽ മതി, കംപ്ലീറ്റ് കാര്യങ്ങൾ പിടികിട്ടും. കുളിക്കേ വേണ്ട, സൗകര്യം തന്നെ. ഡെയിലി ഒരേ കാര്യം തന്നെ പറഞ്ഞ ദൈവത്തിന് ബോറടിക്കൂലേ അച്ഛന്റെ കൂടെ കൂടിയിട്ട് അവനൊരു ഡൗട്ട് ചോദിച്ചല്ലേ, ഞങ്ങൾ അഹിന്ദുക്കൾ പിന്നെ എന്ത് ചെയ്യും? ഇല്ലടാ, അച്ഛാ ഞാൻ മറ്റേ കാര്യം പറയട്ടെ. ഏത് കാര്യം? അമ്മേനെ അമ്മച്ചി എന്ന്. അതോ? ഈടാ, എന്റെ അമ്മച്ചിയെ ഞാൻ അമ്മച്ചിയെ എന്നല്ലേ വിളിക്കുന്നത്? എനിക്ക് അങ്ങനെ നാക്കേ വരൂ. അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? പ്രായം കൂടുന്തോറും വികൃതി കൂടി കൂടി വരിക. ഒരു വാക്ക പറഞ്ഞ കേക്കണ്ടേ? ഡീജോ ചീത്ത പറയാഞ്ഞിട്ടാ. നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് നീ നടന്നോ? നീ എന്നെ കിട്ടിയില്ല. ഞാനും തഥേവ. പിന്നെ അങ്ങനെ അടി അവൻ നമ്മുടെ രണ്ടാളുടെ അല്ലയോ മോൻ. ഡിജോയ്ക്ക് എല്ലാം തമാശയാ. കുട്ടികളാവുമ്പോ കുറച്ച് അനുസരണയൊക്കെ വേണം. അമ്പലത്തിലെ പായസം സ്മൈൽ പ്ലീസിൽ ഫോട്ടോ വല്ലതും വിറ്റോ? വരുന്ന ആഴ്ച ആനന്ദവല്യാൻ്റെ മോളുടെ കല്യാണോ? അവര് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ക്ഷണിച്ചതാ. നോക്കണ്ട, എനിക്ക് സാരി വേണം. അടുത്ത വീട്ടിലൊരു കല്യാണം ആവുമ്പോ ഒരു സാരി വാങ്ങിക്കുന്നത് ആർഭാടമൊന്നുമല്ല, ആവശ്യം തന്നെയാ. ഗുഡ് മോർണിംഗ്. നീ അറിഞ്ഞില്ലേ നമ്മുടെ ദേശാഭിമാനിയിലെ ഫോട്ടോഗ്രാഫർ വിപ്ലവം ബാലേട്ടൻ മരിച്ചുപോയി? അയ്യോ, എപ്പോ? ഇന്നലെ രാത്രി വണ്ടിക്ക് തലവെച്ചതാ, സൂസൈഡ്. നോ. ഞങ്ങൾ അങ്ങോട്ടാ. നിനക്ക് വീടറിയോ? അറിയാം. നീ പിടിക്കൊന്നും വേണ്ട, ഞാൻ വീടില്ല. smile.please.in. കാശ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഹാപ്പി ഗോ ലക്കി. യു ആർ റൈറ്റ്. ബാലേട്ടനെ എല്ലാരും എന്താടോ വിപ്ലവം ബാലേട്ടൻ എന്ന് വിളിക്കുന്നേ? കളിയാക്കി വിളിക്കുന്നതല്ലേ? എന്തിനു വേണ്ടിയാടോ ആ നരകയാതനകളൊക്കെ ഞങ്ങൾ സഹിച്ചത്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ഇന്നെല്ലാവർക്കും ഞങ്ങളൊരു തമാശയാ. വിപ്ലവകാരികൾ തോറ്റുപോയിരിക്കും, വിപ്ലവം തോറ്റിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ശരിക്കു പഠിച്ച നിനക്കത് മനസ്സിലാവും. നീ പോ, ഇനി ഞാൻ ഒറ്റയ്ക്ക് പോവും.